ആം, അല്ല, എന്തായി അന്ന് പെണ്ണ് കാണാൻ വന്ന കാര്യം ഉറപ്പിച്ചോ? അത് ഏതാണ്ട് ഉറപ്പിച്ച മട്ട. പക്ഷേ എനിക്ക് ഇനിയും പഠിക്കണമെന്നോ. ബാപ്പച്ചിയാണെങ്കിൽ ഇത് ഉടനെ തന്നെ നടത്തണമെന്ന രീതിയിലാ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന്. എന്ത് ചെയ്യാനാ, എന്റെ വിധി. പോട്ടെ സത്യാമ്മേ. കാന്താരി പെണ്ണൊന്ന് പോണ്ടല്ലോ. ആഹാ, രണ്ടുപേരും കൂടി നടക്കാറിങ്ങിയതാ. ഞങ്ങൾ വെറുതെ എത്ര നേരം നമ്മൾ അകത്തിങ്ങനെ കുത്തിയിരിക്കുന്നേ. ദേ, ഇയാളെ കൂടെ നടക്കാൻ പോയാ ഇയാളുടെ കുറച്ച് കുളുവടിയും കേൾക്കാം. അത് ഞാൻ കേൾക്കുന്നതുകൊണ്ട് ഇയാളിനെ സഹിക്കുകയും ചെയ്യും. അതെന്തായാലും കൊള്ളാം, രണ്ടുപേരും ചേരും. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. കുറച്ചേരായി വന്നിട്ട്, വീട്ടിൽ തിരക്കുന്നുണ്ടാവും. രാഘവേട്ട, പഠിക്കാൻ ഒരുപാട് താല്പര്യമുള്ള കുട്ടിയാ. പക്ഷെ എന്ത് ചെയ്യാനാ, വീട്ടുകാരിപ്പോ അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ഇവിടെ വന്നപ്പോ സ്നേഹമുള്ളൊരു കൊച്ചിനെ കിട്ടിയതാ. കല്യാണത്തോടെ അതും ഇവിടുന്ന് പോവും. അതിനൊട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല സമ്മതിക്കുന്നത്. വാപ്പച്ചി ഉമ്മച്ചി ഇതിന്റെ പേരിൽ സങ്കടപ്പെടുത്താൻ അവൾക്ക് പറ്റുന്നില്ല. അതിനായി അവൾ അവളുടെ സന്തോഷം തന്നെ ഇല്ലാതാക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ മഷയിട്ട് നോക്കിയാൽ കിട്ടുമോ? ഇല്ല. പാവം കുട്ടി ഒരുപാട് സങ്കടപ്പെട്ടിട്ടാ പോയത്. എങ്ങനെങ്കിലും ആ കല്യാണം ഒന്ന് മാറിപ്പോയാൽ മതിയായിരുന്നു. എനിക്ക് മോളെ അകത്തോട്ട് കൊണ്ടുപോകാനും അറിയാം. ഓ, വലിയ സഹായക്കാര് വന്നേക്കുന്നു. എന്നാലും ഞങ്ങള് പിടിക്കാൻ ചേച്ചിയമ്മേ. വാ അമ്മേ, വാ. വാ, നടക്ക്. എന്നാ പിന്നെ മാഡം, ഞാൻ ഇറങ്ങിക്കോട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരിയാണോ? ഞാൻ ഈ ബാഗൊക്കെ അകത്ത് കൊണ്ട് വെക്കട്ടെ. വാ ശാന്തേ. ഇനി മക്കളുടെ വിശേഷങ്ങൾ പറ. ഞങ്ങൾക്ക് ഇവിടെ എന്ത് വിശേഷം ചേച്ചിയമ്മേ? അമ്മയോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല. എന്ത് ചോദിച്ചാലും ദേഷ്യ. ഭക്ഷണം ഒന്നും കഴിക്കുകയില്ല, ഞങ്ങൾക്കെടുത്ത് തരികയില്ല അമ്മേ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാ ചോറൊക്കെ എടുത്ത് കഴിക്കുന്നത്.
നേരത്തേക്ക് എന്നോട് സത്യോടൊക്കെ അമ്മയ്ക്ക് എന്ത് സ്നേഹമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ അടുത്ത് നിന്നാ വഴക്കിട്ട് ഓടിക്കും. ഒരു ദിവസം കാലത്ത് ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഹോസ്പിറ്റലിൽ ശാരദാമ്മ വിളിച്ചതിന് ശേഷാ ഞങ്ങൾക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി തന്നത്. അമ്മ എന്താ ചേച്ചമ്മ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നേ? ആഹാ, അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചോദിച്ചിട്ട് എന്നെ കാര്യം. പിള്ളേരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ട് പോയതാണല്ലോ ഞങ്ങള്. എന്നിട്ട് അവർക്ക് ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞു. എടി ശ്യാമേ, ഇങ്ങ് വന്നേ. അതൊന്ന് ചോദിച്ചിട്ട് എന്നെ കാര്യം. ചേച്ചമ്മേ, മക്കളിപ്പോ ഇവിടെ നിന്നാ മതി. ഇല്ലെങ്കിൽ ശ്യാമ കരുത്തില്ലേ നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ വഴക്കിടുന്നേന്ന്. ആ അത് ശരിയാ. അതുകൊണ്ട് ചേച്ചി അമ്മാവത്ത് പോയി ചോദിക്കാം. നല്ല രീതിയിൽ വഴക്കിടുകയും ചെയ്യാം. പോരെ? അത് മതി. ശ്യാമാന്റെ തല്ലണ്ടേ കേട്ടോ. ഇല്ല, തല്ലില്ല. പറഞ്ഞത് അബദ്ധമായോ സത്യേ? അതെന്താ പപ്പി അങ്ങനെ ചോദിച്ചത്? അമ്മ എന്നെ വഴക്ക് പറയോ? എന്താ മോളെ ഇതൊക്കെ? നമ്മുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ കുട്ടികളുടെ അടുത്താണോ കാണിക്കുന്നത്? അവർക്ക് എന്തറിയാനാ? അല്ലെങ്കിൽ തന്നെ അവർക്ക് നേരെ നമ്മളിത് കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? കുറെ സങ്കടങ്ങള് സ്വയം അനുഭവിക്കാന്നല്ലാതെ മറ്റെന്ത് ഗുണ ഇതിന്ന് ഉണ്ടാവുന്ന? കുഞ്ഞിച്ചി, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? മടുത്തു. ഇങ്ങനെ എന്തിനാ ജീവിക്കുന്നത്? എനിക്കിപ്പോ എന്നോട് എന്നെ ദേഷ്യം തോന്നുന്നു. ശ്യാമേ, നീ എന്തൊക്കെയായി പറയുന്ന? നിന്റെ മനസ്സ് നീ പറയുന്നിടത്ത് നിൽക്കുന്നില്ല. മനസ്സ് കൈവിട്ടാലുള്ള അവസ്ഥ അറിയാലോ. സങ്കടങ്ങളുണ്ട്, എനിക്കതറിയാം. പക്ഷെ അതെല്ലാം തരണം ചെയ്യുന്നിടത്ത് നമ്മൾ നമ്മുടെ ദുരിതങ്ങളെ തോൽപ്പിച്ച് ജീവിച്ച് കാണിക്കേണ്ടത്. ഇപ്പതേ എന്റെ അവസ്ഥ കണ്ടില്ലേ? എന്നെ തകർക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു. മരണത്തെ മുഖാമുഖം കണ്ടിട്ടല്ലേ ഞാനിപ്പോ നിൽക്കുന്നത്. അതിന്റെ കാരണം എന്താ? തോൽക്കാൻ എനിക്ക് മനസ്സില്ലാന്ന് ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു കഴിഞ്ഞു. ഈശ്വരന്റെ മുന്നിലെ ഞാൻ എന്റെ ജീവൻ അടിയറവ് വയ്ക്കുമെന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ആ ഒരു ഉറപ്പും വിശ്വാസവും നമുക്ക് നമ്മളിലുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മളെ ഒന്നും ചെയ്യാനാവില്ല. ഇടി, നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം. ഇപ്പോഴത്തെ ഈ അവസ്ഥയൊക്കെ മാറും. സത്യം മനസ്സിലാക്കി ശത്രുക്കളുടെ കൂട്ടുകെട്ടൊക്കെ ഒഴിവാക്കി രോഹിത്തിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അതുവരെ എന്റെ മോളൊന്ന് ക്ഷമിക്ക്. ഇനി അങ്ങോട്ടുള്ള വിഷമങ്ങള് ശത്രുക്കൾക്കാകാൻ വേണ്ടി പ്രാർത്ഥിക്ക്. ദൈവമുണ്ട് നമുക്കൊപ്പം. അതിന്റെ തെളിവ് നിന്റെ ഈ കുഞ്ഞേച്ചി തന്നെയാ. പറഞ്ഞതെല്ലാം കേട്ടല്ലോ. മനസ്സ് വിഷമിപ്പിക്കാതെ തന്റെ ഇടത്തോടെ ദുരിതങ്ങളെ നേരിടാൻ പഠിക്കേ. എങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ ഭദ്രമായിരിക്കും. ചേച്ചി, സത്യേ, പപ്പി, ദേ വന്ന് കഴിച്ചേ. ദേ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്. ദാ വരുന്നു. വാ പപ്പി, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പഠിക്കാം. എന്നാ വാ, പപ്പിയും കൂടി കൂട്ടിക്കോ. ദേ എനിക്ക് ഇനി ഒരുപാട് പണി ഒതുക്കാനുള്ളതാ മക്കളെ.
ദേ വന്നു ശാരദാമ്മേ. അപ്പോഴേക്കും വിളമ്പി കഴിഞ്ഞോ? ഓ പിന്നെ, അതിനൊക്കെ എത്ര നേരം വേണം? ദേ കറികളൊക്കെ എടുത്ത് കൂട്ടണേ. ആരുമില്ലേ ഇവിടെ? അതെ വരുന്നു. ദേ ഇത് മുഴുവൻ കഴിച്ചിട്ട് ഇവിടുന്ന് എഴുന്നേക്കാവൂ. ശാരദാമ്മ ആരാ വന്നാ നോക്കട്ടെ കേട്ടോ. കഴിക്കണേ. ആ പിള്ളച്ചേട്ടനോ? കേറിയിരിക്കും പിള്ളച്ചേട്ടാ. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. കുട്ടികളൊക്കെ കിടന്നോ? ഇല്ല, അവര് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. പിള്ളച്ചേട്ടൻ വല്ലതും കഴിച്ചോ? ഞാൻ എന്നാ ചായ എടുക്കട്ടെ? ഈ സമയത്തോ? വേണ്ട വേണ്ട, ഇനി വീട്ടിൽ പോയി ഇച്ചിരി കഞ്ഞി കുടിക്കണം. അത് തന്നെ ധാരാളം. പിന്നെ അവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? പുതിയ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെട്ടിട്ടുണ്ടാവൂല്ലേ? പൊരുത്തപ്പെടാതെ എന്ത് ചെയ്യാനാ? വരുന്നതെല്ലാം തൊണ്ട തൊടാതങ്ങ് വിഴുങ്ങുക. അതായിപ്പോയില്ലേ? എന്നാലും സത്യാമ്മയുടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റമല്ല ശാരദാമ്മ. ആ പിടിവാശിയും തൻപ്രമാണിത്വവും അല്പം കൂടി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമേ ഉള്ളൂ. ഇപ്പോഴും അവർ ഇരുന്നിരുന്ന തങ്ക സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അത് സത്യാമ്മയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സ്വഭാവ വൈകല്യ പിള്ളച്ചേട്ടാ. അത് മാറില്ല. അത് മാറിയ പിന്നെ അവരില്ല. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഈ ഒരു അവസ്ഥയില്, കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥയിലും ആനപ്പുറത്ത് തന്നെ ഇരിക്കാന്ന് പറഞ്ഞാൽ എന്തു പറയാനാ? രാഘവേട്ടൻ എന്തു പറയുന്നു? അയ്യോ, സാറ് പാവ. വരുന്ന ദുരന്തങ്ങളെ സങ്കടം കൊണ്ട് അടക്കി പിടിച്ച് നേരിടുന്നു. ചില സമയത്ത് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കരയുന്നത് കാണാം. നമ്മൾ ചെല്ലുമ്പോ ചിരി മുഖത്ത് വരുത്തി അത് മറയ്ക്കാൻ ശ്രമിക്കും. അത് കാണുമ്പോഴാ കൂടുതൽ സങ്കടമാകുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ അനുഭവിക്കണം എന്നുള്ളത് വിധിയാ. അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞു പോകാൻ ഒരു വരുമാന മാർഗം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതിന് വിഷ്ണു ഇല്ലേ അവിടെ? അവൻ നോക്കൂലേ വീട്ടിലെ കാര്യങ്ങള്? സത്യാമ്മ അത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സത്യാമ്മയ്ക്ക് സത്യാമ്മയുടെ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കണം. മുമ്പ് എങ്ങനെയാണോ സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഇവിടെയും കഴിയണം. മുമ്പ് പറമ്പിൽ നിന്നുള്ള വാരാഴിക മാത്രം മതി ആ കുടുംബത്തിന് സുഖമായി കഴിഞ്ഞു പോകാം. ഇന്നിപ്പം പറമ്പുമില്ല, പാടവുമില്ല, വീടും ഇല്ലാത്തൊരവസ്ഥയായി. എല്ലാ കാര്യങ്ങൾക്കും പുറം വരാഴിക തന്നെ വേണം. അതായത് എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് നോക്കിയാലേ മുമ്പോട്ടുള്ള ജീവിതം നടക്കുള്ളൂ ശാരദാമ്മേ. അതൊരു നല്ല കാര്യ. എന്തെങ്കിലും ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി. വീട്ടിലൊരിക്കലും കാശൊഴിയില്ല എന്നൊരു ഗുണവും അതിനുണ്ട്. അതിനുവേണ്ടി ഞാനും സത്യാമ്മയും കൂടി ബ്ലോക്ക് ഓഫീസർ പോയി കണ്ടിരുന്നു. അയാൾ ഒരു അഹങ്കാരി. ഫണ്ടുണ്ട്, പക്ഷെ ആ ഫണ്ട് സത്യാമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അത് കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദാമ്മയ്ക്ക് അനുവദിച്ച് കിടക്കുകയാണെന്നൊക്കെയാ പറയുന്നേ. ശാരദാമ്മയ്ക്ക് ആ ഫണ്ട് അയാൾ തരും. സത്യാമ്മയോടുള്ള ഏതോ മുൻ വൈരാഗ്യം കൊണ്ട് അയാൾ പറഞ്ഞു ഒപ്പിക്കുന്നതാ ഇതൊക്കെ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ശാരദാമ്മ ഒന്ന് മനസ്സ് വെച്ചാ പിന്നെ അയാൾക്കത് സത്യാമ്മയ്ക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതൊന്ന് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ അതവർക്ക് കിട്ടിയ ഈ സമയത്ത് അതവർക്കൊരു ആശ്വാസമാണ്. അത്രയ്ക്ക് ഗതികേടായതുകൊണ്ടാ ശാരദാമ്മ ഞാനിത് ഇവിടെ ഒന്ന് പറഞ്ഞത്. സത്യാമ്മ അത്രയ്ക്ക് തകർന്നു. സത്യാമ്മയുടെ മനക്കട്ടി കൊണ്ട് അത് പുറത്ത് കാണിക്കുന്നില്ലാന്നേ ഉള്ളൂ. എനിക്ക് അനുവദിച്ച കാശാണെന്ന് അറിഞ്ഞാൽ സത്യം അത് സ്വീകരിക്കോ പിള്ളച്ചേട്ടാ? സത്യാമ്മ അത് അറിയണ്ട. ഈ പറഞ്ഞത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഞാനിവിടെ വന്നതടക്കം അതാ ഞാൻ ഈ നേരത്ത് വന്നത്. ശാരദാമ്മ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി. പക്ഷേ അധികം വൈകരുതെന്ന് മാത്രം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ ശാരദാമ്മ. ഇനി ഇരുട്ടിയാൽ പട്ടിയുടെ ശല്യം വലിയ രൂക്ഷമാണ് ഞങ്ങളുടെ പ്രദേശത്ത്. ഒരു വടി എടുത്തോണ്ട് പോകണം, ഇല്ലെങ്കിൽ അവന്മാർ കൂട്ടത്തോടെ വന്ന് പൊതിയും.
ഞാൻ പറഞ്ഞ കാര്യം ശാരദാമ്മ ഒന്ന് കാര്യമായിട്ട് തന്നെ എടുക്കണം. ഇറങ്ങട്ടെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? നേരിട്ടുള്ള ഒരു സഹായവും അവര് സ്വീകരിക്കൂല. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് മാത്രം. എല്ലാം വിധി, അനുഭവിക്കുക തന്നെ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ശാരദാമ്മ ഒന്ന് മനസ്സ് വെച്ചാൽ പിന്നെ അയാൾക്കത് സത്യാവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അതവർക്ക് കിട്ടിയ ഈ സമയത്ത് അത് അവർക്കൊരു ആശ്വാസമാണ്. നിക്ക്, നീ എവിടെയായിരുന്നു ഇതുവരെ? എന്താ അങ്ങനെ ഒരു ചോദ്യം? അമ്മയ്ക്ക് അറിയാവുന്നല്ലേ എൻ്റെ ജോലിയുടെ കാര്യമൊക്കെ? അത് വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. പാമേ, എന്തുവാ ഇവിടെ? അവന് ചെറുപ്പക്കാരനല്ലയോ? അവന് പല സ്ഥലത്തും പോകേണ്ടതല്ലേ? അതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് പോകണം വെച്ചാൽ എന്തർത്ഥത്തിലാ? ഇതൊരുമാതിരി സ്വാർത്ഥതയാ. മക്കളിൽ അടിച്ചേൽപ്പിക്കുന്ന അമ്മമാരുടെ വില കുറഞ്ഞ സ്വാർത്ഥത. രാഘവേട്ടൻ എന്നെ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന സമയത്ത് രാഘവേട്ടന് ഇഷ്ടമില്ലാത്ത ഒരു സ്ഥലങ്ങളിലും ഞാൻ പോയിരുന്നില്ല. അത് രാഘവേട്ടന് ഇഷ്ടമില്ലാത്തവരെ ഞാനുമായിട്ടും ബന്ധപ്പെടുത്തണ്ട എന്ന് ഞാൻ സ്വയം തീരുമാനിച്ചിട്ടാ. അന്നത്തെ എന്റെ തീരുമാനം വില കുറഞ്ഞതാണോ കൂടിയതാണോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലല്ലോ. പിന്നെ എനിക്കെന്റെ മകനോട് എനിക്കിഷ്ടമില്ലാത്ത സ്ഥലത്ത് പോകരുതെന്ന് പറയാൻ യാതൊരു അവകാശവും ഇല്ലെന്ന് പറയുന്നത് അത് രാഘവേട്ടന്റെ സ്വാർത്ഥതയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. അമ്മേ, അമ്മ എന്താ പറഞ്ഞു വരുന്നെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ശാലിനിയുടെ അടുത്ത് ഞാൻ പോയതിന്റെ പരിഭവവും പരാതിയാണ് അമ്മ ഈ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെനിക്ക് മനസ്സിലായി. പക്ഷെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ശാലിനി എന്റെ ഭാര്യ. അവൾക്കൊരു അപകടം സംഭവിച്ച് അവൾ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. അതും എന്നെ രക്ഷിക്കാനായിട്ട്. ഇനി ഞാൻ ശാലിനിയെ കാണാൻ പോയത് തെറ്റാണെന്ന് അമ്മ പറയുകയാണെങ്കിലേ എനിക്കത് ശരിയായിട്ടാ തോന്നുന്നേ. മനസ്സിലായോ? പിന്നെ എന്റെ പണം ഇവിടെ വേണ്ട, എന്റെ സാന്നിധ്യം ഇവിടെ വേണ്ട. കാര്യങ്ങൾ തീരുമാനിക്കുന്നു നടപ്പിലാക്കുന്നു എല്ലാം അമ്മ തന്നെയാ. അല്ലമ്മേ, പിന്നെ ഞാനെന്തിനോടെ നിൽക്കുന്നേ? ഭാമേ, അവൻ ചോദിക്കുന്നത് ന്യായമാ. നീ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടിയും കൊടുക്കേണ്ടതാ. കാരണമേ, അവനെ പോലൊരു മകൻ അനുവദിച്ചു കൊടുക്കേണ്ട സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ നീ അവന് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാം നിന്റെ ചൊൽപ്പടിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം നീ ആഗ്രഹിക്കുക. അതുകൊണ്ടെന്താ, ഒരു മകൻ എന്ന നിലയിൽ അവൻ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാ? അതെ, അത് നമ്മളെ മൂലം ഉണ്ടായതാ. ഇവൻ നമുക്ക് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതെ മറന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം നമുക്ക് രണ്ടുപേർക്കും മാത്രമാണ്. നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് മാത്രമാ അങ്ങനെ സംഭവിച്ചതും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം. അപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മരുമകളെ മാത്രം പറയില്ല അല്ലേ? അവൾ എന്റെ കുടുംബത്തിലേക്ക് എന്നും വന്ന് കയറിയോ അന്ന് തകർന്നതാ എന്റെ കുടുംബം. എന്റെ മകൻ എന്നിൽ നിന്ന് അകറ്റിയതും അവൾ ഒറ്റ ഒരുത്തിയാ.
ഇപ്പൊ അവള് കുത്തേറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ അത് അവള് ദൈവത്തോട് ചോദിച്ചു മേടിച്ച ശിക്ഷ തന്നെയാണ്. ശ്ശെ. അമ്മ കാര്യങ്ങൾ അറിയാതെ ഈ പറയുന്നേ. എനിക്കെല്ലാം അറിയാടാ. അച്ഛനാരാണെന്ന് അറിയാത്ത ഒരു കൊച്ചിനെയും കൊണ്ടല്ലേ അവള് ജീവിക്കുന്നത് ഇപ്പോഴും.